ഷാബാൻ മാസ റജബ് മാസത്തിന് പല ഉപമകളും നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വർഷത്തെ ഒരു വൃക്ഷമായി കണക്കാക്കുക, റജബ് കാറ്റും, ഷാബാന് മേഘവും, റമദാന് മഴയും. വർഷമാവുന്ന ആ വൃക്ഷത്തിൽ നിന്ന് റജബാകുന്ന കാറ്റടിച്ച് ഷാബാനാകുന്ന മേഘത്തെ അന്തരീക്ഷത്തിൽ വ്യാപിപ്പിച്ച് റമദാനാകുന്ന മഴ വർഷിക്കുന്നു. നമ്മെ സമ്പന്നമാക്കുന്ന, നമുക്കാവശ്യമായ വെള്ളവും ആവശ്യത്തിനുള്ള ജലവും നൽകുന്ന മാസം. അപ്പോൾ ഈ ഒരു മഹത്വം, റമദാനാകുന്ന മഴയാകുന്ന മഹത്വം ലഭിക്കണമെങ്കിൽ ആദ്യം വൃക്ഷത്തിൽ നിന്ന് കാറ്റടിച്ച് അന്തരീക്ഷത്തിൽ മേഘത്തെ വ്യാപിപ്പിക്കുകയും വിന്യസിക്കുകയും ചെയ്യണം. ഇങ്ങനെയാണ് റജബിന്റെയും ഷാബാനിന്റെയും റമദാന്റെയും ഉപമ എന്ന് പറഞ്ഞവരുണ്ട്. മറ്റു ചിലർ പറയുന്നു റജബ് കൃഷിയിറക്കുന്ന മാസമാണ്, ഷാബാൻ വെള്ളവും വളവും നൽകിക്കൊണ്ട് ആ കൃഷിയെ വളർത്തിയെടുക്കുകയും റമദാൻ മാസം അത് കൊയ്തെടുക്കുന്ന മാസവുമാണ് എന്ന്. ചിലർ അതിന് മറ്റ് പല ഉപമകളും നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഉപമകളൊക്കെ സൂചിപ്പിക്കുന്നത് റജബ് ഷാബാന്റെയും അതിനെ തുടർന്ന് വരുന്ന പുണ്യങ്ങളുടെ വസന്തമായ റമദാനിന്റെയും മഹത്വവും അതിൽ നാം പ്രവർത്തിക്കേണ്ടുന്ന സൽക്കർമ്മങ്ങളെക്കുറിച്ചുമുള്ള ഉപമകളാണ് മഹാന്മാർ ഇതിലൊക്കെ ഈ ഉപമകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ എന്തുകൊണ്ടും റജബും ഷാബാനും റമദാനിലേക്കുള്ള മുന്നൊരുക്കത്തിന്റെ മാസങ്ങളാണ്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കേണ്ട മാസമാണ്. ധാരാളം ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒഴിവായി പോയിട്ടുണ്ടെങ്കിലും, നിർബന്ധമായതോ മറ്റോ ആയിട്ടുള്ള കടമകളും കടപ്പാടുകളും ആരാധനകളും ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ശുദ്ധിയാക്കി ഷാബാനിൽ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി റമദാനെ വരവേൽക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റജബുൻ ഷഹറുല്ലാഹ്, റജബ് അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഷാബാനു ഷഹരി, ഷാബാൻ എന്റെ മാസമാണ്. എന്റെ മാസം എന്ന് പറഞ്ഞാൽ അഹ്സാബ് സൂറത്തിലെ 56-ാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന സൂക്തം ഇറങ്ങിയത് ഷാബാൻ മാസത്തിലാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്വലാത്തിന്റെ വാർഷിക മാസവും കൂടിയാണ് ഷാബാൻ മാസം. അങ്ങനെ സ്വലാത്ത് വർദ്ധിപ്പിച്ച് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ടായിരിക്കണം പുണ്യങ്ങളുടെ വസന്തമായ റമദാനിലേക്ക് നാം കടന്നു വരേണ്ടത്, റമദാനിനെ നാം വരവേൽക്കേണ്ടത് എന്നർത്ഥം. റജബ് മാസത്തിന്റെ കാര്യം നാം പറയുമ്പോൾ ഒരുപാട് നന്മകൾ റജബ് മാസത്തിൽ നമുക്ക് പറയാൻ കഴിയും, ഒരുപാട് ഗുണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ബൈത്തുൽ മുഖദ്ദസിലുണ്ടായിരുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ചരിത്രം ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നതായിട്ട് കാണാം. ആ മഹദി റജബ് മാസം വന്നാൽ ഒരു ദിവസം 12,000 ഖുൽഹുവല്ലാഹു അഹദ് ഇഖ്ലാസ് സൂറത്ത് ഓതും, 12,000 ഖുൽഹുവല്ലാഹു അഹദ് ഓതും. രോമവസ്ത്രമായിരിക്കും ആ മാസത്തിൽ അവർ ധരിക്കുക. അങ്ങനെ ആ മഹദി രോഗം പിടിച്ച് രോഗശയ്യയിലായി മരണപ്പെട്ടു. മകനോട് വസിയത്ത് ചെയ്തു, മകനെ, ഞാൻ മരിച്ചാൽ റജബിൽ ഞാൻ ധരിക്കുന്ന രോമവസ്ത്രത്തിലായിരിക്കണം എന്നെ കഫൻ ചെയ്യേണ്ടത് എന്ന്. പക്ഷേ മകൻ അതിനെ അത്ര ഗൗരവത്തോടുകൂടി എടുത്തില്ല. നല്ല മുന്തിയ കഫൻ പുടയിൽ കഫൻ ചെയ്ത് ഉമ്മാനെ മറമാടി. മകനതാ രാത്രി സ്വപ്നം കാണുന്നു. വലിയ പേടിയോടുകൂടെ അദ്ദേഹം ഞെട്ടിയുണർന്നു. സ്വപ്നത്തിൽ ഉമ്മ വന്നുകൊണ്ട് പറയുന്നു, മകനെ, അന അങ്ക ഖൈറു റാദിയത്തി ലിഅന്നക ലൻ തഅമൽ ബിവസിയത്തി, നിന്നോട് എനിക്കൊരു പൊരുത്തവും തൃപ്തിയുമില്ല. കാരണം ലിഅന്നക ലൻ തഅമൽ ബിവസിയത്തി,
എൻ്റെ ഉപദേശം നീ സ്വീകരിച്ചില്ല. മകൻ പരിഭ്രാന്തനായി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു. അവസാനം ഖബറ് മാന്തി അതിൽ നിന്ന് ജനാസ പുറത്തെടുത്തുകൊണ്ട് ഉമ്മാന്റെ ആഗ്രഹപ്രകാരം ചെയ്യാൻ താൻ തീരുമാനിക്കുകയും ഖബർ തുറക്കുകയും ചെയ്തു. പക്ഷേ ഖബർ തുറന്നപ്പോൾ അതിൽ തൻ്റെ ഉമ്മയെ കാണുന്നില്ല. അതാ ഒരു വിളിയാളം കേൾക്കുന്നു. അമാ അലിംത അന്നമൻ അതാനാ ഫീ റജബിൻ ലം നത്രുകുഹു ഫർദൻ വഹീദാ. റജബ് മാസത്തിൽ നമുക്ക് ആരാധന നടത്തിയവരെ ഖബറിൽ നാം ഒറ്റക്കുപേക്ഷിച്ചിടുകയില്ല എന്ന വിളിയാളമാണ് കേട്ടത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ മഹത്തായ മാസം അതിൽ നാം ഒട്ടേറെ അമലുകൾ, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നാം ശുദ്ധിയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, റജബ് മാസം മൻ സാമ സാബിയ വൽ ഇശ്രീന മിൻ റജബിൻ കതബല്ലാഹു ലഹു സിയാമ സിത്തീന ഷഹ്റ. റജബിൽ ഒരു പ്രത്യേക ദിവസമുണ്ട്. ഇസ്രാഉം മിഅ്റാജും നടന്ന 27-ാം രാവ്. 27-ന് ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ 60 മാസത്തെ നോമ്പിന്റെ മഹത്വമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ നാം ശ്രദ്ധിക്കണം. അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ സ്വാമ സലാസത അയ്യാമിൻ മിൻ ഷഹ്രിൻ ഹറാമിൻ കുതിബ ലഹു സവാബു ഇബാദത്തി 900 സന. റജബ് മാസത്തിൽ ഷഹ്റുൻ ഹറാമിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അവന് 900 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും എന്ന് ഹദീസിൽ ഉണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുപോലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, ഇതിലൊക്കെ പ്രത്യേകമായ മഹത്വം ഹദീസിലൂടെ വന്നതായിട്ട് കാണാൻ കഴിയും. ഇദാ കാന സുലുസുൽ ലൈലി മിൻ അവ്വലി ജുമഅത്തിൻ മിൻ റജബ് ലാ യബ്ഖാ മലക്കുൻ ഇല്ലാ വയസ്തഗ്ഫിർ ലിസുവാമി റജബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജുമഅയുടെ ആദ്യത്തെ റജബിലെ ആദ്യത്തെ ജുമഅയുടെ രാവിന്റെ 1/3 കഴിഞ്ഞാൽ ലാ യബ്ഖാ മലക്കുൻ ഇല്ലാ വയസ്തഗ്ഫിർ ലിസുവാമി റജബിൻ. റജബില് നോമ്പനുഷ്ഠിക്കുന്നവർക്ക് മുഴുവൻ മലക്കുകളും ഇസ്തിഗ്ഫാർ നടത്തും എന്ന് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ടുണ്ട്. അതുപോലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, യസുഹുല്ലാഹുൽ ഖൈറ ഫീ 4 ലയാലിൻ സഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 രാവുകളിൽ നന്മകൾ വർദ്ധിപ്പിക്കും, നന്മകൾ ചൊരിഞ്ഞു കൊടുക്കും. ഏതൊക്കെയാണ് ആ 4 രാവ്? ലൈലത്തുൽ അദ്ഹ, ഒന്ന് വലിയ പെരുന്നാളിന്റെ രാവ്, വലൈലത്തുൽ ഫിത്രി ചെറിയ പെരുന്നാളിന്റെ രാവ്, വലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ ഷഅബാൻ പകുതിയുടെ രാവ്, അതായത് ബറാഅത്ത് രാവ്, വ അവ്വലി ലൈലത്തിൻ മിൻ റജബിൻ റജബിന്റെ ആദ്യത്തെ രാവ്. അപ്പോ നോമ്പനുഷ്ഠിക്കുന്നതിന് വലിയ മഹത്വമുള്ള, ദുആക്ക് ഇജാബത്തുള്ള രാവുകളിൽപ്പെട്ട രാവാണ് റജബിന്റെ ആദ്യത്തെ രാവ്, 1-ാമത്തെ രാവ്. അതുപോലെ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ ഒട്ടേറെ നന്മകൾക്ക് പ്രാധാന്യമുള്ള ഈ മാസത്തിൽ കൂടുതൽ കൂടുതൽ അമലുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് വണങ്ങാൻ നാം ശ്രദ്ധിക്കണം. അങ്ങനെ നിഷ്കളങ്കമായ മനസ്സോടുകൂടെ, ദോഷമുക്തമായ മനസ്സോടുകൂടെ റമളാനാവുന്ന വസന്തകാലത്തെ വരവേറ്റുകൊണ്ട്
ആ സൗഭാഗ്യം നേടിയെടുത്ത് സ്വർഗത്തിലെത്താനുള്ള വഴികൾ നാം തുറക്കണം. അതിനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.